So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ഓവർഹാങ്ങിങ് ബീം. എന്താണ് ഓവർഹാങ് ബീം എന്ന് ഓർക്കുന്നുണ്ടോ? ഓവർഹാങ്ങിങ് ബീം, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ഓവർഹാങ്ങിങ് ബീം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച ബീംസിന്റെ പേരെന്തായിരുന്നു? നമ്മൾ രണ്ട് ടൈപ്പ്, സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതിന് മുമ്പ് ഏത് ടൈപ്പ് ബീമിന്റെ SFDയും BMDയും വരച്ചത്? കാന്റിലിവർ ബീം. ഇപ്പൊ കാന്റിലിവർ ബീമിന്റെയും സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെയും ഡിഫറൻസ് എന്തായിരുന്നു? ബേസ്ഡ് ഓൺ സപ്പോർട്ട്. കാന്റിലിവർ ബീമിലുള്ള സപ്പോർട്ട് ഏതാണ്? എത്ര നമ്പർ ഓഫ് സപ്പോർട്ട്സ് ഉണ്ട്? ഒരു ഫിക്സഡ് നമ്പർ സപ്പോർട്ട്. ഒരു ഫിക്സഡ് സപ്പോർട്ട്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിലോ? രണ്ട് സപ്പോർട്ട്സ് ഉണ്ടോ? സിംപ്ലി സപ്പോർട്ട് രണ്ട് സപ്പോർട്ട്സ്. ആ സപ്പോർട്ട്സ് എന്ത് ടൈപ്പ് സപ്പോർട്ടാണ്? സപ്പോർട്ടിന്റെ പേര് പറയാമോ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിലുള്ള സപ്പോർട്ട്സിന്റെ പേര്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിലേം കൂടി പറഞ്ഞാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിലുള്ള സപ്പോർട്ട്സിന്റെ പേരെന്താണ്? റോളർ സപ്പോർട്ട്. റോളർ സപ്പോർട്ട് ഓർ എന്ത് സപ്പോർട്ട് വരാം? റോളർ സപ്പോർട്ട് ഓർ ഹിഞ്ചഡ് സപ്പോർട്ട്. ഒന്നുകിൽ റോളർ സപ്പോർട്ട് ആകാം, അല്ലെങ്കിൽ ഹിഞ്ചഡ് സപ്പോർട്ട് ആകാം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓവർഹാങ് ബീംസിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രവും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഓവർഹാങ് ബീം എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും? ഓവർഹാങ് ബീം ഈ ബീമിന്റെ പേര് പറഞ്ഞേ. എന്ത് ടൈപ്പ് ബീം ആണെന്ന് പറഞ്ഞേ. ബീമിന്റെ പേര് കാന്റിലിവർ ബീമാണോ? എന്ത് ബീമാണ്? സിംപ്ലി സപ്പോർട്ടഡ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഞാൻ ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ ഇങ്ങോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ അവിടെ സപ്പോർട്ട് ഒന്നുമില്ല. A, B and C പോയിന്റ്. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് സപ്പോർട്ട്സ് ഉണ്ടാവും. സപ്പോർട്ട് കഴിഞ്ഞ് എന്താണ്, സപ്പോർട്ട് ഇല്ലാത്ത കുറച്ച് പോർഷൻ പുറത്തേക്ക് നിൽക്കും. അതിനെയാണ് ഓവർ ഹാങ് ബീം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ റൈറ്റ് ഓവർ ഹാങ് ആണുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങോട്ടും കൂടെ ഒരെണ്ണം കൊടുക്കുവാണെങ്കിൽ എന്താണ്, ലെഫ്റ്റ് ഓവർ ഹാങ് ആണ്. അപ്പൊ സപ്പോർട്ട്സിന് പുറത്തേക്ക് ബീം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ആ ടൈപ്പ് സപ്പോർട്ട്സിന് പറയുന്ന പേരാണ് ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീംസ്. മനസ്സിലായോ എല്ലാവർക്കും എന്താണ് ഓവർ ഹാങ് ബീം എന്ന്? ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്തൊരു ഒരു ടേം പഠിക്കാനുണ്ട്, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ പറയുന്നതിന് മുന്നേ ഞാൻ ഇന്നലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് 0 ആകുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തായിരുന്നു. സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഷിയർ ഫോഴ്സ് 0 ആകുന്ന ഒരു പോയിന്റ് വരും. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ആ പോയിന്റിന് കറസ്പോണ്ടിങ് എന്ത് പോയിന്റ് എന്താണ്? മാക്സിമം ആയിരിക്കും. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും. ഇനി നമ്മൾ ഓവർഹാങ് ബീം കൺസിഡർ ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് 0 വരുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഓർ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പൊ ആ പേര് ഓർത്തിരിക്കുക, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഓർ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് 0 ആകുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഓർ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പോയിന്റ് വെയർ ദ ബെൻഡിങ് മൊമെന്റ് ഈസ് 0, അല്ലെങ്കിൽ ആഫ്റ്റർ ചേഞ്ചിങ് ഇറ്റ് സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഓർ വൈസ് വേഴ്സ. അപ്പൊ ഓർത്തിരിക്കുക എന്താണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എ പോയിന്റ് വെയർ ബെൻഡിങ് മൊമെന്റ് changes its sign or bending moment is 0. അപ്പൊ നമുക്ക് ഇതൊരു പ്രോബ്ലം ചെയ്യാം. അപ്പൊ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്താണെന്ന് മനസ്സിലായി, ഓവർഹാങ് ബീം എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്.
So question kando, draw the shear force diagram and bending moment diagram for the overhanging beam carrying a UDL 2 kilonewton per meter over the entire length and a point load of 2 kilonewton as shown in the figure. Locate the point of contraflexion. Locate the point of contraflexion. അപ്പോൾ നമുക്കൊരു ഓവർഹാങ് ബീമാണ് എ ബി സപ്പോർട്ട് കഴിഞ്ഞ് കുറച്ച് പോർഷൻ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. നമുക്കിവിടെയുള്ള എന്താണ് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. ലോഡ് വാല്യൂ 2 kilonewton per meter. ഒരു പോയിന്റ് ലോഡ് സിയിൽ നിൽക്കുന്നു 2 kilonewton. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് രണ്ട് സപ്പോർട്ട്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ പറഞ്ഞേ. റിയാക്ഷൻ എയുടെ വാല്യൂ എന്ത് വരും? റിയാക്ഷൻ ബിയുടെ വാല്യൂ എന്ത് വരുമെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്? സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? Sigma V is equal to 0. Sigma V is equal to 0. Sigma V is equal to 0. അപ്പൊ ഇക്വേഷൻ പറഞ്ഞേ. Sigma V is equal to 0 എടുക്കുമ്പോൾ റിയാക്ഷൻ എ പ്ലസ് റിയാക്ഷൻ ബി എന്താണ്? അപ്വേർഡ് ഫോഴ്സ് എല്ലാം പോസിറ്റീവ് ഫോഴ്സ്, മുകളിലേക്ക് പോകുന്ന ഫോഴ്സ് എല്ലാം പോസിറ്റീവ് ഫോഴ്സ് ആയിട്ട് എടുത്തു. ഇനി എന്തൊക്കെ വരും എന്ന് പറഞ്ഞേ. ഇനി നമുക്ക് എന്താണുള്ളത്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും ഉണ്ട്, ഒരു പോയിന്റ് ലോഡ് 2 kilonewton ആണ്. 2 kilonewton ആക്ടിങ് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് -2. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? പോയിന്റ് ലോഡ് ആക്കാൻ എന്താ ചെയ്യുന്നത്? 2 into നമുക്ക് എത്ര ഡിസ്റ്റൻസിലുണ്ട്? എ മുതൽ സി വരെയാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എ സി ലെങ്ത് എന്താണ്? 4 + 2 6 meter. 6. അപ്പോ പോയിന്റ് ലോഡ് വാല്യൂ 12 kilonewton. -2 minus 12 is equal to 0. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? RA plus RB is equal to RA plus RB is equal to -12 2 കൂടെ right up 14. Let it be equation number 1. ഇനി ഈ 12 kilonewton എയിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയാമോ? ഈ ഡിസ്റ്റൻസ് എയിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് 12 kilonewton നിൽക്കുന്നത്? 4/2. 4/2 അല്ലല്ലോ, നമ്മൾ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ടല്ലേ എ സി ലെങ്ത് അല്ലേ എടുത്തിരിക്കുന്നത്? 6 meters. 6/2. അപ്പൊ 3 meters. അപ്പൊ എന്ന് 3 meters മാറിയിട്ടാണ് അത് കണക്ക് തന്നെ സിന്നും 3 meters മാറിയിട്ടാണ് ആ പോയിന്റ് ലോഡ് 12 kilonewton ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? അടുത്ത ഇക്വേഷൻ Sigma M is equal to 0. സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. അത് എം എ എടുക്കണോ എം ബി എടുക്കണോ? നമുക്ക് ഏതെങ്കിലും എ എടുക്കുവാണ്. ഏതെങ്കിലും ഒരു സപ്പോർട്ടിലെ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0 ആണ് എടുക്കേണ്ടത്. സം ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിനകത്തുള്ള റിയാക്ഷൻസ് ഫോഴ്സ് ഏതൊക്കെ നോക്കിക്കേ. ആർ എ എന്ന് പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്, ആർ ബി എന്നും പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്, 2 kilonewton എന്നൊരു പോയിന്റ് ലോഡ്, അങ്ങനെ 12 kilonewton എന്നൊരു പോയിന്റ് ലോഡ്, യു ഡി എല്ലിനെ കൺവേർട്ട് ചെയ്തൊരു 12 kilonewton. നമ്മൾ ആദ്യം ആർ എ എന്ന് പറഞ്ഞ ഫോഴ്സ് എടുക്കുകയാണ്. മൊമെന്റ് അബൌട്ട് എ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം മൊമെന്റ് എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു എന്ത് ഡിസ്റ്റൻസ് ആണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ആർ എന്ന് പറഞ്ഞ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, ബിക്കോസ് ഈസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്. അതുകൊണ്ട് പെർപെൻഡിക്കുലേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. പിന്നെ നമ്മൾ 12 kilonewton നോക്കുവാണ്. 12ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതാണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 12ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സിൽ നിന്ന് ഒരു 90 ഡിഗ്രി വരുന്ന ഡിസ്റ്റൻസ്, അതെന്താണ്? 3 meters ആണ്. അപ്പൊ ഫോഴ്സ് 12 into 3. ഇത് പോസിറ്റീവ് മൊമെന്റ് ആണോ നെഗറ്റീവ് മൊമെന്റ് ആണോ? ട്വൽവ് ഇൻറ്റു 3 പോസിറ്റീവ് മൊമെന്റ് ആണോ നെഗറ്റീവ് മൊമെന്റ്? എന്തുകൊണ്ടാണ് നെഗറ്റീവ് മൊമെന്റ് വന്നത്? 12 kilonewton എ പോയിന്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. അങ്ങനെ എന്താണ്? അപ്പോ ബീം ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, മുകളിലേക്ക് ബെൻഡ് ചെയ്യും. അപ്വേർഡ് ബെൻഡിങ് ഓർ ഹോഗിങ് ബെൻഡിങ്.
hogging moment are taken as negative moment. ഇനി നമുക്ക് ആർ ബി നോക്കാം. ആർ ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് എ എന്താ? ആർ ബി ഇൻറ്റു ആർ ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് എ ഇതാണ് 4 meters ആണ് ആർ ബിയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ബിന്ന് എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 meters. ആർ ബി ഇൻറ്റു 4. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. പോസിറ്റീവ് മൊമെന്റ്, ബിക്കോസ് അവിടെ സാഗിങ് ആണ് കോസ് ചെയ്യുന്നത്. ബി ദാണ്ടെ ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എ പോയിന്റ് ഡൗൺവേർഡ് ബെൻഡിങ് അല്ലെങ്കിൽ സാഗിങ് ബെൻഡിങ് ആണ്. സാഗിങ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇനി എന്താ ഉള്ളത്? 2 kilonewton. ലാസ്റ്റ് ലോഡാണ് 2 kilonewton. ആ 2 kilonewtonന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് എ എന്ത് വരും? 2ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് എ 6 meters. 6 meters. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. നെഗറ്റീവ്. 2 into 6 is equal to 0. ഇവിടുന്ന് റിയാക്ഷൻ ബിയുടെ വാല്യൂ പറഞ്ഞേ. ആർ ബി is equal to -12 into 3 plus RB into 4. ഇതെന്താ? -2 into 6. ഇവിടുന്ന് റിയാക്ഷൻ ബിയുടെ വാല്യൂ. എത്ര വന്നു റിയാക്ഷൻ ബി? 12 into 3 എത്ര കിട്ടുന്നേ? 12 3s are 36. 6 into 2 12. 12. The whole divided by 4. അപ്പൊ എന്താണ്? 48 by 4 എന്ത് വരും? 12 kilonewton. ആർ ബിയുടെ വാല്യൂ 12 kilonewton. ആർ ബി is equal to 12 kilonewton. അപ്പൊ ആർ എയുടെ വാല്യൂ എന്ത് വരും? ആർ ബി 12 kilonewton കിട്ടി. അപ്പൊ ഇക്വേഷൻ 1ലേക്ക് ആർ ബിയുടെ വാല്യൂ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആർ എയുടെ വാല്യൂ എന്താ കിട്ടുക? 2 kilonewton. ആർ എയുടെ വാല്യൂ 2 kilonewton. അപ്പോ ആർ എ is equal to 2 kilonewton. 2 kilonewton. അപ്പൊ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് ആണെങ്കിലും ഓവർഹാങ് ബീംസ് ആണെങ്കിലും നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞേ? അടുത്ത സ്റ്റെപ്പ് എന്താ? ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എഴുതണം. ഇക്വേഷൻ എഴുതണം. അതിന് നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ ഡിഫറെന്റ് പാർട്സ് ആക്കണം. ഈ തന്നിരിക്കുന്ന ബീമിനെ എത്ര പാർട്സ് ആക്കും? 3 parts. എങ്ങനെയാണ് 3 പാർട്സ്? എ ബി ബി സി. എ ബി ബി സി ആകുമ്പോൾ എത്ര പാർട്ടായി? 2 parts. സോറി. 2 പാർട്സ്. 2 പാർട്സ്. അപ്പൊ തന്നിരിക്കുന്ന ബീമിനെ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആദ്യം ഏത് പാർട്ട് എടുക്കുന്നു? എ ബി എടുക്കുന്നോ ബി സി എടുക്കുന്നോ? ഏതെടുക്കണം? നിങ്ങൾ പറയാനൊക്കെ ചെയ്യാം. എ ബി. എ ബി എന്ന് പറഞ്ഞ പാർട്ട് കൺസിഡർ ചെയ്യാം. സോ എന്താ ചെയ്യുന്നത്? എ ബി പാർട്ട് കൺസിഡർ ചെയ്യാൻ എയുടെയും ബിയുടെയും ഇടയ്ക്കില് ഒരു സെക്ഷൻ എടുത്തു. എന്നിട്ട് എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എയിന്ന് ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ സെക്ഷന്റെ ഈ ലെഫ്റ്റ് സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ലെഫ്റ്റ് സൈഡ് പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഞാനതൊന്ന് വരച്ച് കാണിക്കാം. ഇതാണ് റിയാക്ഷൻ എ. റിയാക്ഷൻ എക്ക് കിട്ടിയ വാല്യൂ 2 kilonewton അല്ലായിരുന്നോ? റിയാക്ഷൻ എ. ഇവിടെ ആയിരുന്നു സെക്ഷൻ കട്ട് ചെയ്തത്. ഈ ഡിസ്റ്റൻസ് എന്താണ്? എക്സ് ഡിസ്റ്റൻസ്. ഇങ്ങനെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് എവിടം വരെയുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എടുത്താൽ മതി? സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് മാത്രം കൺസിഡർ ചെയ്താൽ മതി.
ഇനി നമുക്ക് എന്ത് എഴുതണം? ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതണം. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഫോർ ഏത് പാർട്ടാണ്? ഫോർ എ ബി പോർഷനിലെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ. അത് കണക്ക് തന്നെ എ ബി പോർഷന്റെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ. അപ്പോ അത് ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം? ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ എന്ത് ലോഡാക്കി മാറ്റണം? പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ വാല്യൂ എന്താ? 2 kN per meter. അപ്പൊ യു ഡി അല്ല 2 kN per meter. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്? എ മുതൽ സെക്ഷൻ, ഈ ഒരു സെക്ഷൻ വരെയുള്ള പോർഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താണ്? ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ പോയിന്റ് ലോഡിന്റെ വാല്യൂ എന്താ വരിക? 2x. 2 times x. 2 times x. അപ്പൊ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞേ. എങ്ങനെയായിരുന്നു സൈൻ കൺവെൻഷൻ പറഞ്ഞു തന്നത്? പറഞ്ഞോ, സൈൻ കൺവെൻഷൻ വെച്ച് പറഞ്ഞോ. ഇക്വേഷൻ അറിയാവുന്നവര് പറഞ്ഞേ. പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇത് നെഗറ്റീവ്. എന്താണ്? സെക്ഷന്റെ ലെഫ്റ്റ് സൈഡില് ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അപ്വേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, പോസിറ്റീവ് ആണ്. ഇങ്ങനെ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണ് -2x. അപ്പൊ എന്ത് ചെയ്യുക? സെക്ഷൻ -2x. ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ -2x. ഇനി മൊമെന്റിന്റെ ഇക്വേഷൻ പറഞ്ഞേ. അബൌട്ട് ദി സെക്ഷൻ XX. 2ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2x. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇങ്ങനെ വന്ന് സ്ട്രൈക്ക്. അപ്പൊ എന്താ മീൻ? സാഗ് ചെയ്യും. സാഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. ഇനി എന്താണ്? 2x എന്നുള്ള ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ കൺവേർട്ട് ചെയ്തത് -2x². ഇതെന്താണ്? x/2 ഡിസ്റ്റൻസിലാണ് അത് ആക്ട് ചെയ്യുന്നത്. x/2. അപ്പൊ 2 × x²/2. 2x × x/2 എന്ന് എഴുതാം. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇങ്ങനെ. അപ്പൊ എന്ത് ചെയ്യും? ബീം അപ്വേർഡ് ബെൻഡ് ചെയ്യും. ഹോഗിങ് മൊമെന്റ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. ഇത് നമുക്ക് എന്ത് എഴുതാം? മൊമെന്റ് അറ്റ് x is equal to 2x minus 2 into -x². അപ്പോൾ എ ബി പോർഷന്റെ ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും ഇക്വേഷൻസ് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യാം? അറ്റ് എ പോയിന്റ് ആൻഡ് അറ്റ് സി പോയിന്റ്, അറ്റ് എ പോയിന്റ് ആൻഡ് അറ്റ് ബി പോയിന്റ് ഉള്ള ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും വാല്യൂസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ എത്ര എടുക്കണ്ടേ? 0. അപ്പോ അറ്റ് എ x is equal to 0. At A, x is equal to 0. അപ്പൊ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഷിയർ ഫോഴ്സ് അറ്റ് A is equal to എക്സിന്റെ ടേം 0 കൊടുക്കുമ്പോൾ എന്ത് വന്നു? kN. ഇനി ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ നോക്കിക്കേ. ബെൻഡിങ് മൊമെന്റ് എന്താ? 0 ആണ് വരുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് A 0. ഇനി അറ്റ് ബി പോയിന്റ്, ബിയിൽ എക്സിന്റെ വാല്യൂ എന്താ വരിക? 4 meters. അപ്പൊ അറ്റ് ബി x is equal to 4. ഷിയർ ഫോഴ്സ് അറ്റ് ബി is equal to എന്ത് വരും? എക്സിന്റെ അടുത്ത് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് ബി, ആൻസർ പറഞ്ഞേ. 2 - 2 × 2. എക്സിന്റെ വാല്യൂ 4 വരും. 2 - -6 kilonewton. ഇനി മൊമെന്റ് അറ്റ് ബി എടുത്തേ.
മൊമെന്റ് അറ്റ് ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സിന്റെ അടുത്ത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ല 6 അല്ല 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ 2 into 4 minus 4 square എന്താ വന്നേ? -8 യൂണിറ്റ് കൂടി പറഞ്ഞോ. -8 kilonewton meter. മീറ്റർ. യൂണിറ്റ് എഴുതണം എല്ലാവരും, മാർക്ക് മിസ്സായി പോരുത്. -8 kilonewton meter. ഈ യൂണിറ്റ് എഴുതാതിരുന്നാലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മാർക്ക് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോ എ സി പാർട്ടിലുള്ള മൊമെന്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഏത് പാർട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞേ? BC. ബി സി. അപ്പൊ ബിയുടെയും സിയുടെയും ഇടയിൽ സെക്ഷൻ കട്ട് ചെയ്യുക. എന്നിട്ട് ഏത് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുക്കും കൂടി പറഞ്ഞേ? ബിയുടെയും സിയുടെയും ഇടയിൽ സെക്ഷൻ കട്ട് ചെയ്ത് XX. നമുക്ക് ബി സി പോർഷൻ വേണം. ഒറിജിൻ എവിടെ എടുക്കും? എളുപ്പം ഏതാണ്? ഒറിജിൻ എവിടെ എടുക്കുന്നതാണ് നമുക്ക് എളുപ്പം? സി പോയിന്റ് ഒറിജിൻ ആക്കുന്നതാണ് എളുപ്പം. അപ്പൊ ദാണ്ട് ഈ ഡിസ്റ്റൻസ് X ആയിട്ട് എടുക്കുക. ഇവിടെ എന്താണ്? സി പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഫിഗർ ഒന്ന് വരച്ച് കാണിക്കാം. നമുക്ക് ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഇതാണ് സി പോയിന്റ്. ഇവിടെ 2 kilonewton എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നു. ഇവിടെ സെക്ഷൻ കട്ട് ചെയ്തു. സെക്ഷൻ കട്ട് ചെയ്ത് ഈ ഡിസ്റ്റൻസ് ആണ് X ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പൊ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്താണ്? 2 kilonewton per meter എന്നുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതിനെ എന്താക്കണം? പോയിന്റ് ലോഡ് ആക്കണം. പോയിന്റ് ലോഡ് ആക്കുമ്പോൾ എന്താ വാല്യൂ വരുന്നത്? പോയിന്റ് ലോഡ് ആക്കുമ്പോൾ ഉള്ള വാല്യൂ 2x. 2x. അപ്പോ അതാണ്ട് എക്സ് ഡിസ്റ്റൻസിന്റെ സെന്ററിലാക്കി 2x. അപ്പൊ എന്താണ്? x/2. ഇനി ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞേ. F of x is equal to, സെക്ഷന്റെ റൈറ്റ് സൈഡിലാണ് വാല്യൂസ് എല്ലാം ഉള്ളത്. സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുക്കേണ്ടത്? റൈറ്റ് സൈഡ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ട് വാല്യൂസും പോസിറ്റീവ് ആണ്. F of x is equal to 2x plus 2. ഇനി മൊമെന്റ് എക്സ് about x. അപ്പൊ 2x-ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? 2x-ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് x/2. 2x into x/2. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. ഒന്നാ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ബീം അപ്വേർഡ് ബെൻഡിങ് ഇസ് ടേക്കൺ ആസ് നെഗറ്റീവ് ബെൻഡിങ് അല്ലെങ്കിൽ ഹോഗിങ് മൊമെന്റ്. ഇനി 2-ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഈ 2-ന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് ദിസ് സെക്ഷൻ x. അതും നെഗറ്റീവ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി സോൾവ് ചെയ്ത് എഴുതാം. -x² - 2x. -x² - 2x. ഓക്കെ, ഇനി അറ്റ് സി പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്താ എടുക്കണം? സി പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ x is equal to 0. At C, x is equal to 0. അപ്പൊ എന്താ വേണ്ടേ? ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ. ഷിയർ ഫോഴ്സ് അറ്റ് C is equal to എന്ത് വരും? ഷിയർ ഫോഴ്സ് അറ്റ് C is equal to, ഇതാണ് ഇക്വേഷൻ. നോക്കി ആൻസർ പറഞ്ഞേ. 2 kilonewton. 2 kilonewton. ഇനി മൊമെന്റ് അറ്റ് C പറഞ്ഞേ. 0. Moment at C 0. ഇനി നെക്സ്റ്റ് അറ്റ്
ബി പോയിന്റിലാകുമ്പോൾ എക്സിന്റെ വാല്യൂ എന്താ വരിക? 2 meters. 2 meters. B to C distance 2 meters. At B, x is equal to 2 meters. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഷിയർ ഫോഴ്സ് at B is equal to എന്ത് വരും? 6 ഷിയർ ഫോഴ്സ് at kilonewton. 6 kilonewton. എങ്ങനെ 6 കിട്ടിയേ? 2 into 2 plus 2. അപ്പോൾ ഷിയർ ഫോഴ്സ് at B 6 kilonewton. ഇനി ബെൻഡിങ് മൊമെന്റ് at B എന്ത് വരും? ബെൻഡിങ് മൊമെന്റ് at B -8. -8. -2 square -2 into 2. -8 kilonewton meter. -8 kilonewton meters. -8 kilonewton meters. അപ്പോൾ ഷിയർ ഫോഴ്സ് ബി പോയിന്റിന്റെ ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ കിട്ടി. സി പോയിന്റിന്റെ ഷിയർ ഫോഴ്സിന്റെയും ബെൻഡിങ് മൊമെന്റിന്റെയും വാല്യൂ കിട്ടി. ഇനി എന്താണുള്ളത്? എ പോയിന്റിന്റെയും ഇവിടെ എ പോയിന്റിനും ബി പോയിന്റ്. അപ്പൊ നമുക്ക് എന്താണ്? ബി പോയിന്റിന് രണ്ട് സ്ഥലങ്ങളിലെ വാല്യൂസ് കിട്ടും. ഓക്കെ, എ ബി ചെയ്യുമ്പോഴും അത് കണക്ക് തന്നെ എ ബി ചെയ്യുമ്പോഴും ബി സി അല്ലെങ്കിൽ സി ബി ചെയ്യുമ്പോഴും നമുക്ക് ബി പോയിന്റ് എന്താണ്? രണ്ട് വെട്ടറും വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്വസ്റ്റ്യൻ ഫിഗർ വെച്ചിട്ട് SFD വരയ്ക്കാം. SFDയും BMDയും വരയ്ക്കാം. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാം. ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്, ഇച്ചിരി ചരിഞ്ഞു പോയത്. ഇനി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്താന്ന് ഓർക്കുന്നുണ്ടോ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് വരുന്നതെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് ആരും ഓർക്കുന്നില്ലയോ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വന്നു കഴിഞ്ഞാൽ? പാരബോള. അപ്പോ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്താണ്? മറന്നുപോയോ? എനിക്ക് നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ബേസ് ലൈനിന് മുകളിലേക്ക് പോസിറ്റീവ് വാല്യൂസ് എഴുതുക, താഴത്തേക്ക് നെഗറ്റീവ് വാല്യൂസ് എഴുതുക. മുകളിൽ പോസിറ്റീവ് വാല്യൂസ്, താഴെ നെഗറ്റീവ് വാല്യൂസ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ എ ബി സ്പാനാ ചെയ്തത്. അപ്പോൾ എ ബി സ്പാനില് ഷിയർ ഫോഴ്സ് അറ്റ് എ, ബെൻഡിങ് മൊമെന്റ് അല്ല ഷിയർ ഫോഴ്സ് അറ്റ് എ. ഇതാണ് എ ബി സ്പാൻ. ഷിയർ ഫോഴ്സ് അറ്റ് എ എന്താ കിട്ടിയത്? 2 kilonewton. അപ്പൊ എന്താണ്? +2 kilonewton ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ബേസ് ലൈനിന് മുകളിലേക്ക് 2 kilonewton മാർക്ക്. 2 kilonewton. അപ്പോൾ ബേസ് ലൈനിൽ നിന്ന് ഇങ്ങോട്ട് 2 kilonewton. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി നോക്കുവാണ്. എ ബി സ്പാനില് ഷിയർ ഫോഴ്സ് അറ്റ് ബി. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്താ കിട്ടിയിരിക്കുന്നത്? -6 kilonewton. -6 kilonewton ആകുമ്പോൾ അത് എവിടെയായിരിക്കും വരിക? ബേസ് ലൈനിന് മുകളിലാണോ ബേസ് ലൈനിന് താഴെയാണോ? -6 ബേസ് ലൈന് താഴെയാണ് അത് ആക്ട് ചെയ്യുന്നത്. ബേസ് ലൈന് താഴെയായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. വാല്യൂ എത്ര ആയിരുന്നു? 6 അല്ലേ? അപ്പൊ ബേസ് ലൈന് താഴെ എന്ത് ചെയ്തു? 6 ബി പോയിന്റ് താഴെ 6 മാർക്ക് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്തു. ഇത് 2 kilonewton, ഇതെന്താണ്? 6 kilonewton. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ലൈനും തമ്മിൽ ജോയിൻ ചെയ്യാം. അപ്പൊ ഈ പോയിന്റിൽ എന്ത് വന്നു?
ഷിയർ ഫോഴ്സ് 0 വന്നു. ഷിയർ ഫോഴ്സ് 0 ആകുന്നിടത്ത് എന്ത് ഡെവലപ്പ് ചെയ്യുന്ന ഓർക്കുക? ഈ പോയിന്റിൽ ഷിയർ ഫോഴ്സ് 0 അല്ലേ? മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇത് എ പോയിന്റ് ആയിരുന്നു, ഇത് ബി ആയിരുന്നു, ഇത് സി ആയിരുന്നു. നമ്മൾ അടുത്ത സി ബി പോർഷനിൽ കിട്ടിയ വാല്യൂസ് നോക്കുകയാണ്. സി ബി പോർഷൻ ഇവിടെ ഷിയർ ഫോഴ്സ്, ആദ്യം ഷിയർ ഫോഴ്സ് അറ്റ് ബി നോക്കാം. ഇവിടെ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്താ കിട്ടിയിരിക്കുന്നത്? +6 കിലോ ന്യൂട്ടൺ അല്ലേ? ഷിയർ ഫോഴ്സ് അറ്റ് ബിയുടെ വാല്യൂ എന്താ? +6 കിലോ ന്യൂട്ടൺ എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? പറഞ്ഞേ. ബേസ് ലൈൻ മുകളിൽ. അപ്പൊ ബേസ് ലൈനിന് മുകളിലേക്ക് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം? ആ 6 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യാം. അപ്പൊ ബേസ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. 6 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യും. 6 കിലോ ന്യൂട്ടൺ. ഇനി സി പോയിന്റ് ഷിയർ ഫോഴ്സ് നോക്കാം. സി പോയിന്റ് ഷിയർ ഫോഴ്സ് എന്താണ്? 2 കിലോ ന്യൂട്ടൺ. 2 കിലോ ന്യൂട്ടൺ. അപ്പൊ അതെന്താണ്? +2 കിലോ ന്യൂട്ടൺ ആണ്. ബേസ് ലൈനിന് മുകളിലേക്ക് എന്ത് ചെയ്തു? +2 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ രണ്ട് ലൈൻസും തമ്മിൽ ജോയിൻ ചെയ്യും. 2 കിലോ ന്യൂട്ടൺ പോസിറ്റീവ്. മനസ്സിലായോ? അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാ വരുന്നെങ്കിൽ ഷിയർ ഫോഴ്സിന് ഒരു ഇൻക്ലൈൻഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ലീനിയർലി വേരി, ഒരു ഇൻക്ലൈൻഡ് ഷേപ്പ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക. മനസ്സിലായോ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നിടത്തെല്ലാം ഒരു ഇൻക്ലൈൻഡ് ഷേപ്പ് ഉണ്ടാവും. പിന്നെ പോയിന്റ് ലോഡ് വരികയാണെങ്കിൽ അവിടെ കണക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും, വെർട്ടിക്കൽ ലൈൻ വരും. അതിന് ഷിയർ ജമ്പ് എന്നാ പറയുന്നത്. കണക്ക് വെർട്ടിക്കൽ ലോഡ് വരുവാണെങ്കിൽ എന്താ ഡെവലപ്പ് ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഒരു ഷിയർ ജമ്പ് ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ ലൈൻ തന്നെ ഉണ്ടാവും. കണ്ടോ? ഇവിടെ റിയാക്ഷൻ ബി ഉള്ളിടത്ത് അതേ കണക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, റിയാക്ഷൻ എ റിയാക്ഷൻ ബി ഉള്ളിടത്തും ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഷിയർ ജമ്പ് എന്നാണ് പറയുന്നത്. ഷിയർ ജമ്പ് ഡെവലപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ എന്ത് ചെയ്യണം? ആദ്യം എന്താ ചെയ്യുക? ഒരു ബേസ് ലൈൻ വരയ്ക്കുക. അതിന് മുന്നേ നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ എന്ത് 0 ആയ ഒരു പോയിന്റ് ഉണ്ട്? ഷിയർ ഫോഴ്സ് 0 ആയ ഒരു പോയിന്റ് കണ്ടോ? ആ പോയിന്റിൽ നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യുമെന്നാ പറയുന്നത്? ഈ ബീം എ സി എന്ന് പറഞ്ഞ ഓവർഹാങ് ബീമിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് ഷിയർ ഫോഴ്സ് 0 ആകുന്ന പോയിന്റ്. ഈ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ഡി എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചെന്നല്ലേ? എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചേ? ഇന്നലത്തെ ക്ലാസ് നമ്മൾ ചെയ്തതാണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ. പ്ലീസ് റെസ്പോണ്ട്. പറഞ്ഞേ. എ ബിയുടെ ഇടയിൽ എന്താണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഷിയർ ഫോഴ്സ് 0 ആകുന്ന പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ എ ബിയുടെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എടുക്കാം. എ ബിയുടെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? f(x) is equal to 2 - 2x. നമുക്ക് എന്ത് ഡെവലപ്പ് ആവും? ഷിയർ ഫോഴ്സ് 0 ആണെന്നാണ് നമുക്ക് SFD കിട്ടിയത്. അപ്പോൾ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു 0. അതായത് 2 - 2x is equal to 0. 2 - 2x is equal to 0. ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? x will be equal to x എത്ര വരുമെന്ന് പറഞ്ഞേ? x will be equal to -1. -1 ആണോ +1 ആണോ? +1. x is equal to 1 meter. ഓർത്തിരിക്കുക, ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് നെഗറ്റീവില് വരത്തില്ല. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്താണ്? 1 meter. അപ്പൊ നമുക്ക് ഡി പോയിന്റിന്റെ മൊമെന്റും കണ്ടുപിടിക്കാമല്ലോ. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞേ? ഡി പോയിന്റിന്റെ മൊമെന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ നമ്മൾ എന്താണ്? എ ബിയിലെ ഏത് പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് 0 എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 0 കൊടുത്തു.
അപ്പോൾ എ ബിയുടെ മാക്സിമം മൊമെന്റിൽ എക്സ് വാല്യൂ ഇട്ട് കൊടുത്തു. എ ബിയുടെ മൊമെന്റ് എക്സ് വാല്യൂ ഇട്ട് കൊടുക്കുക. മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ? 2x മൈനസ് എക്സ് സ്ക്വയർ. 2x മൈനസ് എക്സ് സ്ക്വയർ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. അപ്പൊ എന്ത് വരും? അതായത് മൊമെന്റ് ഡി എന്താ വരിക ആൻസർ? 1 കിലോന്യൂട്ടൺ മീറ്റർ. കിലോന്യൂട്ടൺ മീറ്റർ. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. അപ്പോ ഷിയർ ഫോഴ്സ് 0 ആകുവാണെങ്കിൽ നമ്മളെ ബെൻഡിങ് മൊമെന്റ് വാല്യൂം കൂടി ചെയ്തിട്ട് വേണം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുമ്പോൾ ഇതെന്താണ്? പാരബോളിക് ഷേപ്പ് വരിക. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണെങ്കിൽ എന്താണ്? പാരബോളിക് ഷേപ്പ് ആണ് വരിക. ആ പാരബോളയുടെ ടോപ്പ് എവിടെ ആയിരിക്കണം? ബി പോയിന്റ് ആയിരിക്കണം വരേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോ എന്താ ചെയ്യാൻ പോവാ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ബേസ് ലൈൻ വരയ്ക്കുകയാണ്. ബേസ് ലൈനിന് മുകളിലേക്ക് എന്ത് വാല്യൂസ് കൊടുക്കുക? പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുക. ബേസ് ലൈനിന് താഴെ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുക. സർ, ഈ ക്വസ്റ്റ്യനിൽ രണ്ടിടത്ത് 0 വരത്തില്ലേ? ഷിയർ ഫോഴ്സ് 0 ആകത്തില്ലേ എന്നല്ലേ ചോദിക്കുന്നത്? ഈ പോയിന്റും അല്ലേ നോക്കുന്നത്? നമ്മൾ ആ പോയിന്റ് എടുക്കില്ല. അതെന്താ? അവിടെ ഒരു എന്താ റിയാക്ഷൻ ആണ് അവിടെ ഉള്ളത്. സപ്പോർട്ട് റിയാക്ഷൻ അല്ലേ അതുള്ളത്? ആ സപ്പോർട്ട് റിയാക്ഷൻ നമ്മൾ എടുക്കത്തില്ല. അതാണ്ട് അതിന്റെ ഇടയ്ക്കുള്ള പോർഷൻസ് ആണ് നോക്കുന്നത്. സപ്പോർട്ട് റിയാക്ഷൻസ് എടുക്കരുത് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് വാല്യൂ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ആദ്യം മൊമെന്റ് അറ്റ് എ ബി പാർട്ട് കൺസിഡർ ചെയ്യാണ്. മൊമെന്റ് അറ്റ് എ. മൊമെന്റ് അറ്റ് എ എന്താണ്? 0. എം എ വാല്യൂ 0. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ബേസ് ലൈനിൽ തന്നെ ആ പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് 0. ഇനി നമുക്കറിയാം അടുത്ത എന്താ? ഡി പോയിന്റ് ആണ്. ഡിയിൽ നമുക്ക് എന്താ കിട്ടിയത്? 1 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഡിക്ക് നേരെ എന്ത് ചെയ്യുക? ഇവിടെ 1 കിലോ ന്യൂട്ടൺ മീറ്റർ കൊടുക്കുക. 1 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി അടുത്ത ബി പോയിന്റിൽ നോക്കാം. മൊമെന്റ് അറ്റ് ബി. മൊമെന്റ് അറ്റ് ബി എന്താ കിട്ടിയിരിക്കുന്നത്? -8 കിലോ ന്യൂട്ടൺ മീറ്റർ. മൊമെന്റ് അറ്റ് ബി is equal to -8 കിലോ ന്യൂട്ടൺ മീറ്റർ. -8 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടിയാൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ബേസ് ലൈനിന്റെ ടോപ്പിലാണോ ബേസ് ലൈനിന്റെ ബോട്ടത്തിലാണോ? ടോപ്പിലാണോ താഴെയാണോ വരയ്ക്കേണ്ടത്? മൊമെന്റ് എന്താ കിട്ടിയിരിക്കുന്നത്? -8 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ ബി പോയിന്റ് താഴത്തേക്ക് ബേസ് ലൈന് താഴെയായിട്ട് നമ്മൾ ആ -8 മാർക്ക് ചെയ്യാം. ഇവിടെ വരും -8 കിലോ ന്യൂട്ടൺ മീറ്റർ. -8 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എ മുതൽ ഡി വരെ ഉള്ള എല്ലാം എന്താണ്? പാരബോളയാണ്. അപ്പൊ പാരബോള വരയ്ക്കണം. അതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് പോയിന്റ് കൂടെ നോക്കാം. ഇപ്പോൾ എ ബി പോർഷൻ കൺസിഡർ ചെയ്തു. ലാസ്റ്റ് എന്താ പാർട്ട് എന്തായിരുന്നു? സി ബി പാർട്ടാണ്. സി ബി പാർട്ടിൽ കൺസിഡർ ചെയ്തപ്പോൾ സി ബി പാർട്ടിൽ മൊമെന്റ് അറ്റ് സി എന്താ കിട്ടിയിരിക്കുന്നത്? മൊമെന്റ് അറ്റ് സി 0 ആണ്. മൊമെന്റ് അറ്റ് ബി -8 കിലോ ന്യൂട്ടൺ തന്നെയാണ്. മൊമെന്റ് അറ്റ് സി 0, മൊമെന്റ് അറ്റ് ബി -8 കിലോ ന്യൂട്ടൺ. സോ മൊമെന്റ് അറ്റ് സി -8, ബി 0. ഇനി ഈ പോയിന്റ്സ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ എന്താണ്? എ മുതൽ സി വരെ ഉള്ളത് എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതും ഫുൾ ആയിട്ട് പാരബോള ആയിട്ട് വേണം വരയ്ക്കാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ സ്ട്രൈക്ക് ചെയ്തു, വീണ്ടും ഇങ്ങനെ. ഇതെല്ലാം പാരബോളയാണ്. പാരബോളിക് ഷേപ്പിലാണ് വരയ്ക്കേണ്ടത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, പാരബോളയാണ്. മനസ്സിലായോ? വരച്ചേക്കുന്ന ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, ഇവിടെ എന്താണ്? ബെൻഡിങ് മൊമെന്റ് 0 ആയ ഒരു പോയിന്റ് കിട്ടിയില്ലേ? അതിന് പറയുന്ന പേരെന്താ? ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞാണ് ബെൻഡിങ് മൊമെന്റ് 0 ആവുന്നൊരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് പറയുന്ന പേരെന്തായിരുന്നു? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്സറിൽ ബെൻഡിങ് മൊമെന്റ് 0 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്?
bending moment equation bending moment equation is equal to 0. അപ്പോ അത് എ ബി പാർട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. എ ബി പാർട്ടിലെ ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2x minus x square. 2x minus x square is equal to 0. എ ബി പാർട്ടിലാണ് ബെൻഡിങ് മൊമെന്റ് 0 ആകുന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ മൊമെന്റ് അറ്റ് x 2x minus x square is equal to 0. 2x minus x square is equal to 0. അപ്പോ എക്സിന്റെ വാല്യൂ എന്താ വരിക? 2. എക്സിന്റെ വാല്യൂ എന്ത് വരും? 2 meters. X is equal to 2 meters. X is equal to 2 meters. So point of contraflexure is acting at a distance of 2 meters from a support. 2 meters from A. Okay. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോർഷൻ മനസ്സിലായിട്ടില്ലെങ്കിലൊക്കെ. ഇങ്ങനെയാണ് ആ ഫിഗർ വരിക. കണ്ടോ എല്ലാരും? ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഈ ഫുൾ പോർഷനും പാരബോള ആയിട്ടാണ് വരയ്ക്കുന്നത്. പാരബോള ബിക്കോസ് എന്താണത്? അത് അവിടെ ഫുള്ള് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പാരബോളിക് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അറ്റൻഡൻസ് എടുക്കുവാണ്. അറ്റൻഡൻസ് എടുത്തിട്ട് ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാവേ.